ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെയും മാനസയുടെയും മാർക്കുകൾ തുല്യമാണെന്നുള്ള വിവരം ജി.കെ. സാർ അനൗൺസ് ചെയ്യുന്നു. രണ്ടുപേർക്കും തുല്യ മാർക്ക് നേടിയതുകൊണ്ട് ഇരുവരും അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടുവെന്നും ഫൈനൽ റൗണ്ടിൽ ഇവരാണ് മത്സരിക്കാൻ പോകുന്നത് എന്നും അനൗൺസ് ചെയ്തതോടെ ആ വാക്കുകൾ കേട്ട മഹിമയും ഐശ്വര്യയും വല്ലാത്ത ദേഷ്യത്തിലാകുന്നു. എങ്ങനെയെങ്കിലും അവരുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് ശ്യാമയെ ഈ റൗണ്ടിൽ നിന്ന് പുറത്താക്കണം എന്ന ലക്ഷ്യത്തിൽ വന്ന തനിക്ക് അത് നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ നിരാശയായി ഐശ്വര്യക്ക്. ഉടനെ തന്നെ ജഡ്ജസ്മാരിൽ ഒരാളായ വിജി തമ്പി പറഞ്ഞു, ഞങ്ങൾ ഇരുവർക്കും മാർക്കുകൾ നൽകിയത് ഞങ്ങൾ ഓരോരുത്തരും 9 മാർക്ക് വീതമായിരുന്നു. മാനസയ്ക്കും അതെ, ശ്യാമയ്ക്കും അതെ. അങ്ങനെ രണ്ടുപേർക്കും 9 മാർക്ക് വീതം ഞങ്ങൾ നൽകി. ടോട്ടൽ 27 മാർക്കാണ് ഒരാൾ നേടിയെടുത്തത്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും മാർക്ക് തുല്യമായതുകൊണ്ട് ഇരുവരെയും അടുത്ത റൗണ്ടിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് അറിയിച്ചതും അത് കേട്ട ഉടനെ തന്നെ ആങ്കർ എല്ലാവരോടുമായി അറിയിച്ചു. ഇത്രയും തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫൈനൽ റൗണ്ട് ശരിക്കും നമുക്ക് എല്ലാവർക്കും വളരെയേറെ ആകർഷകമായതും അതുപോലെ തന്നെ തീ പാറുന്ന പ്രകടനവുമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ ഫൈനൽ റൗണ്ടിലേക്കായി നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് ശ്യാമയെയും മാനസയെയും ആ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തതിനെ അവർക്ക് ആ റൗണ്ടിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതെല്ലാം കേട്ട് ഇഷ്ടപ്പെടാതെ നിന്ന ഐശ്വര്യ തന്റെ തലയ്ക്ക് ആ മയക്കുമരുന്നിന്റെ കൃത്യമായ പ്രവർത്തനം നടന്നതുകൊണ്ട് ഉടനെ തന്നെ ഐശ്വര്യ ആ കേട്ടു നിന്നതെല്ലാം ഇഷ്ടപ്പെടാതെ നിർത്തടോ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ ശബ്ദിച്ചു. എല്ലാവരും ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കുമ്പോൾ ഐശ്വര്യ കലി കയറിക്കൊണ്ട് വേഗം ജി.കെ. സാറിന്റെ അരികിലേക്ക് പാഞ്ഞെത്തി. എടോ, താനല്ലേടോ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ? താൻ ആ ശ്യാമയെ മനഃപൂർവ്വം ജയിപ്പിച്ചതല്ലേടോ? ശ്യാമയുടെ കാമുകനല്ലേടോ താൻ, കള്ള കാമുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയുടെ മോശക്കാരിയാക്കുന്ന രീതിയിൽ ജി.കെ. സാറിന് അരികിലേക്ക് പാഞ്ഞെത്തി ഐശ്വര്യ ബഹളം വെക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ ജി.കെ. സാറിന് അരികിലെത്തി സാറിനെ പിടിച്ചുയർത്തി ഐശ്വര്യ ബഹളം വെച്ചുകൊണ്ട് പറഞ്ഞു, എടോ, താനല്ലേടോ ശ്യാമയെ മനഃപൂർവ്വം വിജയിപ്പിച്ചത്? താനല്ലേടോ ശ്യാമയുടെ കള്ള കാമുകൻ? ഈ കാമുകനല്ലേ ശ്യാമയെ ജയിപ്പിച്ചത്? ഇയാള് കാരണമല്ലേ ശ്യാമ ജയിക്കാനിടയായത് എന്നെല്ലാം ചോദിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജി.കെ. സാറിനെ ഇൻസൾട്ട് ചെയ്യുകയും ശ്യാമയെ ഒരു മോശം പെൺകുട്ടി എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ഓഡിയൻസും മറ്റുമെല്ലാം അതിശയപ്പെട്ട് നോക്കുമ്പോൾ ജി.കെ. സാറ് ഇവരെന്തായി വിളിച്ചു പറയുന്നത് എന്ന് എല്ലാവരോടുമായി ചോദിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകൾ അവിടേക്ക് ഓടിക്കൂടുന്നു. പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സുകൾ എല്ലാവരും കൂടി അവിടേക്ക് എത്തുകയും അവരെല്ലാവരും എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ച് ഐശ്വര്യയുടെ നേരെ ദേഷ്യത്തോടെ എത്തു. അപ്പോഴേക്കും രാധികയും അവിടേക്ക് ഓടിയെത്തി. ഐശ്വര്യ മാറിക്കേ എന്ന് പറഞ്ഞ് ഐശ്വര്യ പിടിച്ചു മാറ്റാനായി രാധിക ശ്രമിക്കുമ്പോഴേക്കും രാധികയും കൂടെ വന്ന പ്രോഗ്രാം ഹെഡിനെയും പിടിച്ച് തള്ളുകയാണ് ഐശ്വര്യ. അതിനുശേഷം വീണ്ടും ജി.കെ. സാറിന്റെ കോളറിന് കുത്തിപ്പിടിച്ച്, എടോ കള്ള കാമുക, താൻ കാരണമല്ലേടോ ആ ശ്യാമ അടുത്ത റൗണ്ടിലേക്ക് വിജയിച്ചു വന്നത്? അവൾക്ക് അതിനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ വീണ്ടും ബഹളം വെക്കുമ്പോൾ ജി.കെ. സാർ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, അനാവശ്യം പറയാറെ എന്നെല്ലാം പറഞ്ഞ് ശ്യാമയെ കുറിച്ചും തന്നെ കുറിച്ചും പറയുന്നതെല്ലാം കേട്ട് അതിനോട് എതിർത്തുകൊണ്ട് ജി.കെ. സാർ ഐശ്വര്യയുടെ നേരെ ബഹളം വെക്കുന്നു. അപ്പോഴേക്കും ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജഡ്ജസ്മാരിൽ ഒരാളായ ലതിക മാഡം പറഞ്ഞു, വേഗം തന്നെ പോലീസിനെ വിളിക്ക്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ വിളിച്ചതും അവരവിടെ എത്തി ഐശ്വര്യയെ ബലമായി പിടിച്ചു മാറ്റുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും ആകെ ടെൻഷനിലാകുകയും വീണ്ടും ഐശ്വര്യ ഭ്രാന്തമായ രീതിയിൽ വീണ്ടും ജി.കെ. സാറിന് അരികിലേക്ക് പാഞ്ഞെടുത്തു. ഇത് കണ്ട ഉടനെ ജി.കെ. സാർ പറഞ്ഞു, നോക്ക് സാർ, എന്തൊക്കെയാ ഇവരെ വിളിച്ചു പറയുന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ജി.കെ. സാർ ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഐശ്വര്യയെ പോലീസുകാർ എല്ലാവരും വന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ശ്യാമ ആകെ നിരാശയോടെയും സങ്കടത്തോടെയും അവിടെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പ്രോഗ്രാം ഹെഡ് ഓടിയെത്തി രാധികയോട് ചോദിച്ചു, അല്ല, ആ സ്ത്രീയുടെ കയ്യിൽ എങ്ങനെയാണ് നമ്മുടെ ചാനലിന്റെ ടാഗ് കിട്ടിയത്? അതെങ്ങനെ അവരുടെ കൈകളിൽ വന്നോ? അപ്പോഴേക്കും രാധിക ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ രാധിക, താനല്ലേ അവർക്കത് കൊടുത്തത് എന്ന് ചോദിച്ച് പ്രോഗ്രാം ഹെഡ് രാധികയെ ശകാരിച്ചു. അപ്പോഴേക്കും രാധിക പറഞ്ഞു, സോറി മാഡം, എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞു. എന്തായാലും പ്രോഗ്രാം നടക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. താൻ എന്തായാലും ചെയ്ത് വലിയൊരു തെറ്റായി പോയി എന്ന് പറഞ്ഞ് രാധികയുടെ നേരെ ഷൗട്ട് ചെയ്തു. അപ്പോഴേക്കും അതെല്ലാം കേട്ടുവെന്ന് മഹിമ ചോദിച്ചു, അല്ല, ആ സ്ത്രീ പറഞ്ഞതിലും എന്താ തെറ്റുള്ളത്? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ്, ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കാണുന്നതാണ് ജി.കെ. സാറിന് ശ്യാമയോടുള്ള പ്രത്യേക അടുപ്പം. ജി.കെ. സാറ് ശ്യാമയോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നത്
അത് വെറുതെയല്ല അവർ പറഞ്ഞത്, അതിലും എന്തോ കൃത്യമായ കാരണമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എന്നെല്ലാം മഹിമയും വീണ്ടും മറ്റുള്ളവരെ ആകെ പ്രശ്നത്തിലാക്കുന്ന രീതിയിൽ സംസാരിച്ചു. മഹിമയുടെ വാക്കുകൾ കേട്ടതോടെ എല്ലാവരും ആകെ സംശയത്തോടെ പരസ്പരം നോക്കുമ്പോൾ ഉടനെ പ്രോഗ്രാം ഹെഡ് പറഞ്ഞു, എന്തായാലും നമുക്ക് നോക്കാം, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആലോചിക്കാം, തൽക്കാലം പ്രോഗ്രാം നടക്കട്ടെ, പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ആലോചന നടത്താമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മറ്റുള്ള എല്ലാവരെയും മാറ്റുകയും ശ്യാമയുടെയും തന്റെയും പേരിൽ ഇത്തരത്തിലൊരു അപവാദം ഉണ്ടായതിന്റെ വിഷമത്തിൽ GK സാറും ശ്യാമയും സങ്കടപ്പെട്ടുകൊണ്ട് നിന്നു. അതിനുശേഷം ആനന്ദ നിലയത്തിൽ ശ്രീകുട്ടി തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ വസുന്ധര ശ്രീകുട്ടിയോടെ ചോദിച്ചു, നീ തനിച്ചാണോ ഇരിക്കുന്നത്, നീ തന്നെയുള്ളോ എന്ന് ചോദിച്ചതും അതെ ഞാൻ തന്നെയുള്ളൂ എന്ന് ശ്രീകുട്ടി മറുപടി നൽകി. അപ്പോഴേക്കും വസുന്ധര പുഞ്ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വന്നിരുന്നിട്ട് ചോദിച്ചു, മോൾക്ക് ഞാൻ ഭക്ഷണം വാരി തരട്ടെ? അത് കേട്ടതും ശ്രീകുട്ടി വലിയ അതിശയത്തോടെ നോക്കി. എന്തു പറ്റി, എന്താ മോളിങ്ങനെ നോക്കുന്നതെന്ന് വസുന്ധര ചോദിച്ചതും അല്ല, എന്നെ മോളെന്ന് വിളിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി എന്ന് ശ്രീകുട്ടി മറുപടി നൽകി. അതെന്താ ഞാൻ മോളെന്ന് വിളിക്കുന്ന മോൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചതും എനിക്ക് ഒത്തിരി ഇഷ്ടമാ എന്ന് പറഞ്ഞു. എന്തായാലും എന്നോട് നേരത്തെയൊക്കെ ദേഷ്യമായിരുന്നല്ലോ, ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് ഞാൻ കരുതിയത് എന്ന് ശ്രീകുട്ടി പറഞ്ഞതും ആർക്കാ ദേഷ്യം എന്ന് വസുന്ധര അന്വേഷിച്ചു. ഇയാൾക്കാണ് എന്നോട് ദേഷ്യം എന്ന് ശ്രീകുട്ടി വസുന്ധരയോട് പറയുമ്പോ വസുന്ധര ചോദിച്ചു, അങ്ങനെയാണോ എന്നെ വിളിക്കുന്നത്? മോള് എന്നെ അങ്ങനെയാണോ വിളിക്കുന്നത് എന്നുള്ള വസുന്ധരയുടെ ചോദ്യം കേട്ട് ശ്രീകുട്ടി ചോദിച്ചു, പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, അല്ല മോൾക്ക് എന്താ എന്നെ വിളിക്കാൻ തോന്നുന്നത് അത് പറ എന്ന് പറഞ്ഞതും ശ്രീകുട്ടി കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുത്തശ്ശി എന്ന് വിളിക്കട്ടെ? അത് കേട്ട ഉടനെ വസുന്ധര ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോഴേക്കും വസുന്ധര മനസ്സിൽ പറഞ്ഞു, മോള് ശരിക്കും എന്നെ അച്ഛമ്മയെന്നാ വിളിക്കേണ്ടത്, പക്ഷെ സാരയില്ല, മോളിപ്പോ മുത്തശ്ശി എന്ന് വിളിച്ചാ മതി. അച്ഛമ്മേന്ന് വിളിക്കുമ്പോ അത് അരുണോ ഐശ്വര്യയോ മറ്റോ കേട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകും എന്ന് വസുന്ധര മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ട് ശ്രീകുട്ടി തന്നെ മുത്തശ്ശി എന്ന് വിളിച്ചോളാനായി വസുന്ധര സമ്മതിക്കുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, എന്നാ ഞാൻ മുത്തശ്ശി എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. മുത്തശ്ശി എന്ന് വിളിച്ചതും ശ്രീകുട്ടിയോട് വളരെ സ്നേഹത്തോടെ വസുന്ധര ചോദിച്ചു, എന്താ മോളെ? ആ വിളിയും സംസാരവും കേട്ടുകൊണ്ട് അവിടേക്ക് ആനന്ദവർമ്മയും എത്തുന്നു. ആനന്ദവർമ്മ ആ കാഴ്ച കണ്ടതോടെ ഉടനെ ശ്രീകുട്ടിയോട് വീണ്ടും വസുന്ധര പറഞ്ഞു, എന്താ എന്നെ മുത്തശ്ശി എന്ന് മോൾക്ക് വിളിക്കത്തില്ലേ എന്ന് ചോദിച്ചതും ഞാൻ ഇനിയും വിളിക്കാം, അപ്പോ ഇതുപോലെ തന്നെ എന്താ മോളെ എന്ന് ചോദിക്കോ എന്ന് ശ്രീകുട്ടി അന്വേഷിച്ചു. അതിനെന്താ, ഞാൻ ചോദിക്കാമല്ലോ എന്ന് വസുന്ധര മറുപടി നൽകിയതും ശ്രീകുട്ടി വീണ്ടും പറഞ്ഞു മുത്തശ്ശി. അപ്പോഴേക്കും ശ്രീകുട്ടിയോട് സ്നേഹത്തോടെ വസുന്ധര ചോദിച്ചു, എന്താ മോളെ? വീണ്ടും ശ്രീകുട്ടി അതുപോലെ തന്നെ മുത്തശ്ശി എന്ന് വിളിച്ചു. എന്താ മോളെ എന്ന് സ്നേഹത്തോടെ ശ്രീകുട്ടിയുടെ ആ വിളി കേട്ട് ശ്രീകുട്ടിക്കൊപ്പം കളിച്ചുകൊണ്ട് വസുന്ധര സംസാരിക്കുന്നത് കേട്ട് അവിടേക്ക് ആദിത്യനും അമൃതയും വന്നെത്തുന്നു. അങ്ങനെ ആനന്ദവർമ്മയും ആദിത്യനും അമൃതയും മാറി നിന്ന് വസുന്ധരയും കുഞ്ഞും തമ്മിലുള്ള ആ സ്നേഹം, പരസ്പര സ്നേഹം അവർ കണ്ട് ആസ്വദിച്ചു. അവർ മൂന്നുപേരും അത് കാണുന്നുണ്ടെന്ന് അറിയാതെ വസുന്ധര ശ്രീകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് വളരെ സ്നേഹത്തോടെ ശ്രീകുട്ടിയോട് അടുത്തിടപഴകുന്നു. ശ്രീകുട്ടിയുടെ കവിളത്ത് ഉമ്മ കൊടുത്ത് മുത്തശ്ശി എന്ന് വിളിക്കുന്ന ശ്രീകുട്ടിയെ താലോലിച്ചുകൊണ്ട് ശ്രീകുട്ടി തിരിച്ചും മുത്തശ്ശിക്ക് കവിളത്ത് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ മോളെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന വസുന്ധരയെ കണ്ട് അവിടേക്ക് അരുണെത്തി. ആ കാഴ്ച കണ്ട് അരുണിന്റെ കണ്ണുകൾ നിറയുന്നു. ആദിത്യനും അമൃതയും ഒപ്പം ആനന്ദവർമ്മയും കുഞ്ഞിനെ വസുന്ധര സ്നേഹിക്കുന്നത് കണ്ട് കൺകുളർക്കെ കണ്ടുകൊണ്ട് അവരങ്ങനെ നോക്കി നിൽക്കുമ്പോ വസുന്ധര ഈ കാഴ്ച മറ്റാരും കാണുന്നില്ല എന്നുള്ള ആശ്വാസത്തിൽ ശ്രീകുട്ടിയോട് വളരെ സ്നേഹത്തോടെ തന്നെ ഇടപഴകുന്നു. പിന്നീട് ശ്യാമ വീട്ടിലെത്തിയതിനു ശേഷവും ആകെ നിരാശയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ അഖിൽ അരികിലേക്ക് എത്തുന്നു. എന്താ ശ്യാമേ, താൻ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, എങ്കിലും സാറേ എന്തൊക്കെയാ അവിടെ സംഭവിച്ചത്? ഞാൻ എന്റെ ഗുരുതുല്യനായി കാണുന്ന, എന്റെ ഒരു സഹോദരന തുല്യം ഞാൻ കാണുന്ന GK സാറിനെ എന്നെയും ചേർത്ത് ഇങ്ങനൊരു അപവാദം അത് എങ്ങനെ സഹിക്കും സാറേ എന്നൊക്കെ ചോദിച്ചതും ഉടനെ അഖിൽ പറഞ്ഞു, അതെ വേറൊന്നും കൊണ്ടല്ല ശ്യാമ, താനിപ്പോ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. തോക്കാനായി പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോ, തോൽവിയുടെ മണം രുചിച്ചു കഴിയുമ്പോ ആ സമയത്ത് പലരും ഇതുപോലെയുള്ള പല പ്രവൃത്തികളും ചെയ്യും. തന്നെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനൊരു ആരോപണം തനിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. ആ മാനസയുടെ അമ്മയ്ക്ക് മഹിമയ്ക്ക് കൃത്യമായിട്ട് അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അവർ ഐശ്വര്യടുത്തി പറഞ്ഞു നിർത്തിയ കാര്യം വീണ്ടും ആ ഫ്ലോറിൽ വെച്ച് ആവർത്തിച്ചതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്റെ മനസ്സ് തകർക്കുന്ന രീതിയിലുള്ള സംസാരം അവിടെ ഉണ്ടായതും. അതുകൊണ്ട് തന്നെ എന്നേക്കുമായി തകർത്ത് കളയാമെന്നും ഈ പേരിൽ നിന്ന് തന്നെ ഒഴിവാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. അതൊന്നും കണ്ട് തന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാക്കാതെ നോക്കുക, അതാണ് താൻ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച്
നമ്മുടെ ജീവിതവും എല്ലാം ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പലപ്പോഴും വേദനിപ്പിച്ചവരെയും കുത്തുവാക്കുകൾ കൊണ്ട് നമ്മളെ മുറിവേൽപ്പിച്ചവർക്കും ഒക്കെയുള്ള തിരിച്ചടിയും മറുപടിയും ഒക്കെയാണ് ഈ മത്സരത്തിൽ വിജയിയായി താൻ എത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മനസ്സ് തകരാനോ ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാകാനോ താൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇതൊന്നും തന്റെ മനസ്സിനെ ഒരു രീതിയിലും ബാധിക്കരുത്. ഇതൊക്കെ തനിക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഇനിയും വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള പ്രചോദനമായി മാറണം. അതാണ് വേണ്ടത് എന്ന് അഖിൽ ശ്യാമയെ ഉപദേശിക്കുന്നു. അപ്പോഴാണ് ആനന്ദ നിലയത്തിൽ ഭക്ഷണം കഴിക്കുവാനായി ആദിത്യനും ആനന്ദവർമ്മയും ഒപ്പം ശ്രീകുട്ടിയും ഡൈനിങ് ടേബിളിലേക്ക് വന്നെത്തിയത്. അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് അമൃതയും അരികിലേക്ക് എത്തി. ഉടനെ അമൃത ആനന്ദവർമ്മയോട് ചോദിച്ചു, അല്ല അമ്മയെ വിളിച്ചിട്ട് അമ്മ എന്താ വരാത്തത്? കുറച്ചു നേരം ആയല്ലോ എന്ന് അമൃത ചോദിച്ചതും ആനന്ദവർമ്മ പറഞ്ഞു, പെട്ടെന്ന് ഒരു അർജന്റ് കോള് വസുവിന് വന്നു, അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യുകയാണ്, ഇപ്പൊ എത്തിക്കോളും എന്ന് പറഞ്ഞതും ആദിത്യൻ വേഗം ശ്രീകുട്ടിയോട് പറഞ്ഞു, മോള് ചെന്ന് മുത്തശ്ശിയെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞതും ശരി അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശ്രീകുട്ടി വസുന്ധരയമ്മയെ വിളിക്കാനായി ഓടിപ്പോകുന്നു. ഈ സമയത്ത് ആദിത്യൻ ചോദിച്ചു, അല്ല ഐശ്വര്യ എവിടെ? ഐശ്വര്യ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും അമൃത പറഞ്ഞു, ഐശ്വര്യ ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ഇന്ന് ഓഫീസിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടോ എന്ന് ആദിത്യൻ അന്വേഷിച്ചതും ഐശ്വര്യ ഇതുവരെ വരാത്തതിന് കാരണം മറ്റെന്തോ ആണ്, ഇന്നെന്തോ തിരക്കുണ്ടെന്നാ പറഞ്ഞത്, മറ്റെവിടേക്കോ പോകുമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇത്രയും നേരമായിട്ടും ഐശ്വര്യ കാണാത്തത് കൊണ്ട് അരുൺ അന്വേഷിച്ച് പോയിട്ടുണ്ട് എന്ന് അമൃത മറുപടി നൽകി. അപ്പോഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു, ഇനി ഏതെങ്കിലും ഫ്രണ്ട്സിനെ മറ്റോ കാണാനായി പോയിട്ടുണ്ടാകും, അതായിരിക്കും വൈകുന്നത് എന്ന് ആനന്ദവർമ്മ പറഞ്ഞതും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അപ്പോഴേക്കും അമൃതയും അറിയിച്ചു. ഉടനെ തന്നെ ആദിത്യം പറഞ്ഞു, ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണെങ്കിൽ പിന്നെന്തിനാ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം, മൊബൈൽ ഫോൺ ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നെല്ലാം ആദിത്യം പറയുമ്പോ ശ്രീകുട്ടി വസുന്ധരയെ വിളിച്ചുകൊണ്ട് വരുന്നത് അവർ കാണുന്നു. വസുന്ധര വളരെ സ്നേഹത്തോടെ ശ്രീകുട്ടിയോടൊപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഉടനെ ആനന്ദവർമ്മ ആദിത്യനോട് പറഞ്ഞു, അതെ വസുവിന് മോളോട് വലിയ സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വസു അത് പ്രകടിപ്പിക്കാനായി മടി കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് മോളോട് വല്ലാത്ത അകൽച്ച കാണിക്കുന്നത് പോലെ പെരുമാറും. അതാണ് നമ്മൾ കാണുക, താൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് ആദിത്യനോട് ആനന്ദവർമ്മ അറിയിച്ചതും ആദിത്യം പറഞ്ഞു, അച്ഛാ ഇന്നത്തെ അമ്മയുടെ ഈ പ്രകടനമൊക്കെ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട്. ഉടനെ ആനന്ദവർമ്മ ചോദിച്ചു, അതെങ്ങനെയാ മോനെ? അതൊക്കെയുണ്ട്, അച്ഛൻ നോക്കിക്കോ എന്ന് ആദിത്യം മറുപടി നൽകുമ്പോഴേക്കും വസുന്ധരാമയെ വിളിച്ചുകൊണ്ട് ശ്രീകുട്ടി അരികിലേക്ക് എത്തിയതും ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്താറായ ഉടനെ വസുന്ധര ശ്രീകുട്ടിയോട് നല്ല ദേഷ്യമുള്ളതുപോലെ ശ്രീകുട്ടിയുടെ കൈ തട്ടി മാറുന്നു. വിടുവച്ചേ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം, നീ ഭക്ഷണമൊക്കെ കഴിച്ചാലേ വേഗം പോയി അപ്പുറത്തെങ്ങാനും പോയി കളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ പറഞ്ഞയക്കാനേ വസുന്ധര ശ്രമിക്കണം. അപ്പോഴേക്കും ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് മുത്തശ്ശിക്ക് ഞാനാ ചോറ് വിളമ്പി തരുന്നത് എന്ന് ശ്രീകുട്ടി പറയുമ്പോ ആനന്ദവർമ്മ ചോദിച്ചു, അല്ല വസുവിനെ ഇപ്പോ മോള് മുത്തശ്ശി എന്നാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചതും വസുന്ധര പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ആർക്കെന്താ ഇപ്പൊ വിളിച്ചുകൂടായികയുള്ളത് എന്ന് പറഞ്ഞ് വസുന്ധര ശ്രീകുട്ടിയോട് പറഞ്ഞു, ഓക്കെ നീ ചോറുണ്ടതല്ലേ, നീ പോയി കളിക്കാൻ നോക്ക്, അപ്പുറത്ത് പൊക്കോ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ പറഞ്ഞയക്കാനായി വസുന്ധര ശ്രമിച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, ഈ മുത്തശ്ശി എന്താ ഇങ്ങനെ, മുത്തശ്ശി ഭക്ഷണം കഴിച്ചിട്ട് വാ, നമുക്ക് ഒന്നിച്ചായിരുന്നു കളിക്കുന്നത് എന്ന് പറഞ്ഞതും വസുന്ധര പറഞ്ഞു, ദേ നിന്നോട് ഞാൻ പറഞ്ഞു പോകാൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ താൻ ശ്രീകുട്ടിയുടെ സ്നേഹം കാണിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം വസുന്ധര നടത്തുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടിയാകെ പരിഭവത്തോടെ പറഞ്ഞു, ഈ മുത്തശ്ശി ഇങ്ങനെയാ, ചിലപ്പോ എന്നോട് വലിയ സ്നേഹമാ, ചിലപ്പോ വലിയ ദേഷ്യവും, എന്തായാലും ഞാൻ പോവാ, ഇനി മുത്തശ്ശിക്ക് എന്നോട് ഇഷ്ടം കൂടി തുടങ്ങുമ്പോഴേ ഞാൻ ഇനി വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി പരിഭവിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ശ്രീകുട്ടി പോയി കഴിയുമ്പോഴേക്കും വസുന്ധര മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയം വീണ്ടും തുടർന്നു. മനുഷ്യന് ഒന്ന് സമാധാനത്തോടെ ഭക്ഷണവും കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം എടുക്കാനായി വസുന്ധര ഒരുങ്ങുമ്പോഴേക്കും ആദിത്യം പറഞ്ഞു, അത് പിന്നെ അമ്മേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിന് തീരുമാനമായി, ശ്രീകുട്ടിക്ക് പനിയൊക്കെ മാറിയല്ലോ അല്ലെ എന്ന് ചോദിച്ചതും മാറി എന്ന് വസു മറുപടി നൽകുന്നു. ഉടനെ ആദിത്യം പറഞ്ഞു, അമ്മേ എന്നാ നാളെ രാവിലെ തന്നെ ഞാൻ മോളെയും കൊണ്ട് ഞാനും അമൃതയും കൂടി പോവുകയാണ് എന്നറിയിച്ചു. അപ്പോഴേക്കും വസുന്ധര ചോദിച്ചു, എങ്ങോട്ട്, എവിടെ പോകാൻ? അല്ല ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ അമ്മേ, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ മോളെ താമസിപ്പിക്കുന്ന കാര്യം, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞതും വസുന്ധര പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, അതൊക്കെ പോലീസ് കേസും മറ്റു പ്രശ്നങ്ങളൊക്കെ ആകും എന്ന് വസുന്ധര പറഞ്ഞതും ഉടനെ ആദിത്യം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലമ്മേ, ഞാൻ അതൊക്കെ സംസാരിച്ചു, മാത്രമല്ല ഡിവൈഎസ്പി നമ്മുടെ ജേക്കബ് ഉണ്ടല്ലോ, അവനോട് ഞാൻ കാര്യം സംസാരിച്ചപ്പോ അവൻ പറഞ്ഞത് ഇതുപോലെയുള്ള കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ നിർത്താനുള്ള പല വകുപ്പുകളും ഉണ്ടെന്നാണ്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട എന്ന് ആദിത്യൻ അറിയിച്ചു. ഉടനെ തന്നെ വസുന്ധര പറഞ്ഞു, അതിനൊന്നും ആവശ്യമില്ല, അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാകുമെന്ന് പറയുമ്പോൾ ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, അല്ല
ബസ് ഒരു കാര്യം പറഞ്ഞതല്ലേ ആദി, നീ വേഗം ആ ജേക്കബിനെ വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്തേ, പെട്ടെന്ന് നീ വിളിച്ച് കാര്യം പറ എന്ന് പറഞ്ഞതും ബസ് വേഗം ചാടി എഴുന്നേറ്റു. വേണ്ടെന്നല്ലേ പറഞ്ഞു എന്നുള്ള രീതിയിൽ വസുന്ധര ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആദിത്യൻ വേഗം തന്നെ ജേക്കബിനെ വിളിക്കാനേ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. അപ്പോഴേക്കും ആനന്ദവർമ്മ ചോദിച്ചു, അല്ല എന്താ വസു, എന്താ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും വസുന്ധര പറഞ്ഞു, വേണ്ട, എനിക്ക് തൃപ്തിയായി, എന്റെ വയറ് നിറഞ്ഞു. ഇപ്പോ ആനന്ദേട്ടനും ആദിക്കും എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടി ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണല്ലോ, അതാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് വസുന്ധര കലിയോടെ അവിടെ നിന്ന് പോകുന്നു. അതിനെന്തെങ്കിലും തീരുമാനമാക്ക്, അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് ഭക്ഷണം മറ്റുമൊക്കെ പറഞ്ഞ് വസുന്ധര കലിതുള്ളി പോകുന്നത് കണ്ടതോടെ ആനന്ദവർമ്മയ്ക്കും ആദിക്കും ചിരി വരുന്നു. ഉടനെ അമൃത പറഞ്ഞു, അച്ഛാ, അമ്മ ഭക്ഷണം ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞതും ആദ്യം പറഞ്ഞു, ഞാൻ പോയി വിളിച്ചിട്ട് വരാം അച്ഛാ. അപ്പോഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു, സാരമില്ലെന്നേ, നമുക്ക് ശ്രീകുട്ടിയോട് വസുവിനുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കാതിരിക്കാനുള്ള പ്രകടന ഇപ്പൊ കാണിച്ചിട്ട് പോയത്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വസുവിനെ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ, ശരിയച്ചാ, എന്തായാലും അമ്മയിലുള്ള ഈ മാറ്റം അമ്മയ്ക്കിപ്പോ ശ്രീകുട്ടിയെ മാറ്റി നിർത്താൻ കഴിയാത്ത അവസ്ഥയിലായി എന്ന് ഐശ്വര്യയുടെയും അരുണിന്റെയും കാര്യമെല്ലാം മറന്നതുപോലെ അമൃത സംസാരിച്ചു. അപ്പോഴേക്കും ആദിത്യം പറഞ്ഞു, എല്ലാം നല്ലതിന് തന്നെയാണ്, പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർമ്മിക്കണം, ഇക്കാര്യം ഒരു കാരണവശാലും അരുണും ഐശ്വര്യയും അറിയാൻ പാടില്ല. അരുണും ഐശ്വര്യയും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണമെന്ന് ആദിത്യൻ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തണം. അത് കേട്ടതും ആനന്ദവർമ്മയും അമൃതയും അത് ശരിവെക്കുന്നത് പോലെ തലകുലുക്കി. അതിനുശേഷം അരുന്ധതിയും വിസ്മയും കൂടി ഐശ്വര്യയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഐശ്വര്യ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് വന്നതും അരുന്ധതി പറഞ്ഞു, ഐശ്വര്യ ഇവിടെ ഇരിക്കെ, ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരാം. ഉടനെ ഐശ്വര്യ പറഞ്ഞു, വേണ്ട, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞതും പിന്നിൽ നിന്ന് വിസ്മയ ചോദിച്ചു, അല്ല ഐശ്വര്യേച്ചിയുടെ തലവേദനയൊക്കെ മാറിയോ, തലകറക്കൊക്കെ മാറിയോ എന്ന് ചോദിച്ചതും ഐശ്വര്യ ചോദിച്ചു, അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്, എന്നെ കളിയാക്കുകയല്ലേ എന്ന് ചോദിച്ച ഉടനെ തന്നെ വിസ്മയ പറഞ്ഞു, അയ്യോ അല്ല ഐശ്വര്യ ചേച്ചി, ഞാൻ കാര്യമായിട്ട് തന്നെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. ഉടനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഈ സംസാരത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ദേഷ്യത്തോടെ പോകുമ്പോ അരുന്ധതി പിന്നാലെ എത്തിയിട്ട് പറഞ്ഞു, അല്ല ഞങ്ങൾ എന്തിനാ ഐശ്വര്യ കളിയാക്കുന്നത്, സത്യത്തിൽ ഐശ്വര്യ ആ മ്യൂസിക് ഫ്ലോറിലേക്ക് പോയത് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, മിണ്ടരുത്, മ്യൂസിക് ഫ്ലോർ, ഇനി ആ വാക്ക് പറഞ്ഞു പോകരുത്, ഇതുപോലൊരു നാണക്കേട് ഇനി വേറെ വരാനില്ല. എനിക്കപ്പോ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെയാ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയെന്ന് പോലും എനിക്ക് യാതൊരു ഓർമ്മയുമില്ല. സത്യത്തിൽ ഞാൻ അവിടെ ചെയ്തതൊക്കെ കണ്ട് ആ ശ്യാമ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടാവും, അവള് വലിയ സന്തോഷത്തിലായി കാണും. എന്നോട് ആ പോലീസുകാർ പറഞ്ഞത് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്നും വല്ലാതെ വയലന്റ് ആയിരുന്നെന്നും ഒക്കെയാണ്. ആ സമയത്ത് എന്ത് ചെയ്തെന്ന് എനിക്ക് യാതൊരു ബോധവുമില്ല. എന്തൊരു നാണക്കേടായി പോയി, ഇതുപോലൊരു നാണക്കേട് എനിക്ക് വേറെ സംഭവിക്കാനില്ല. എന്നെ പോലെ ഒരു സെലിബ്രിറ്റി ഇതുപോലൊക്കെ ചെയ്തു കൂട്ടുമ്പോ അത് മറ്റുള്ളവർ കാണുന്നത് എത്ര മോശമായ കാര്യമാണ്. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ മറ്റുള്ളവർ മുന്നിൽ ചെന്ന് നിൽക്കും? ഓർത്തിട്ട് തന്നെ എനിക്ക് ആകെ തൊലി ഉരിഞ്ഞ അവസ്ഥയിലായി. ഇനി ഇത് ആരെങ്കിലും വല്ല സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയോ ആരെങ്കിലും ഷൂട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകുമോ എന്നൊക്കെ ഐശ്വര്യ സംശയം പ്രകടിപ്പിക്കുമ്പോ കേട്ടുവന്ന വിസ്മയ പറഞ്ഞു, അതിനുള്ള ചാൻസ് എന്ന് പറയുമ്പോ ഐശ്വര്യ ചോദിച്ചു, ഇല്ല അല്ലെ എന്ന് ആശ്വാസത്തോടെ ചോദിക്കുമ്പോ വിസ്മയ പറഞ്ഞു, ഇല്ല എന്നൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല ഐശ്വര്യടുത്തി എന്ന് വിസ്മയ പറഞ്ഞത് കേട്ട് ഐശ്വര്യ ആകെ നിരാശയിലാകുന്നു.